ഹായ് ഫ്രണ്ട്, ഞാൻ ബിന്ദു മായൻ. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വന്നതേ എൻ്റെ കുഞ്ഞുമോള് എനിക്ക് തന്നൊരു പണീനെ കുറിച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്ധ്യ നേരത്ത് എൻ്റെ മാമൻ്റെ മകന് ഒരു അസുഖം വന്നു. ചെറിയ കുട്ടിയാണ് കേട്ടോ അവൻ. അപ്പോൾ ശ്വാസമുട്ടിൻ്റെ കുഴപ്പമുണ്ട് ഒക്കെ ഉണ്ട് അവന്. അപ്പം അമ്മായി പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ബിന്ദു എന്ന് പറഞ്ഞപ്പോൾ വേഗം കാറിറക്കി ഞാനും അമ്മായിയും എൻ്റെ മക്കളും ഒക്കെ വണ്ടിയിൽ കയറിയിരുന്നു. അമ്മായിയുടെ മക്കളും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ പോയി ഡോക്ടറെ കണ്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ രാംദാസിൻ്റെ ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് റൗണ്ടിലേക്ക് കയറിയ വഴിക്ക് എന്താ വെച്ചാൽ എൻ്റെ വണ്ടി ഓഫായപ്പോൾ അവിടെ നിറയെ പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഏതോ VIP വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് പറഞ്ഞു എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അവർ കുറേ പോലീസുകാരൊക്കെ വന്നു. അപ്പോൾ ഞാൻ സംഗതി പറഞ്ഞു എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ എൻജിൻ ചൂടായതുകൊണ്ട് ഓഫ് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ ഓഫായെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു ഓഫീസറും വന്നു. എന്താ സംഭവം എന്താ കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ട് ചോദിച്ചിട്ട് VIP അല്ലേ വരുന്നത്, ഞങ്ങൾ വല്ല ഭീകരവാദികളാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ വന്ന് അവർ കാറിൽ നോക്കിയപ്പോൾ 2 പെണ്ണുങ്ങളും ഒരു 4 പിള്ളേരുമാണ്. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള തോന്നലുണ്ടായിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ആ സാറ് പറയുന്ന ഭാഷ എനിക്ക് കേട്ടാൽ മനസ്സിലാവുന്നുള്ളൂ, എനിക്ക് മറുപടി പറയാൻ അറിയില്ലേ. നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി. അപ്പോൾ അത് അദ്ദേഹം ഏതോ അന്യരാജ്യക്കാരനാണ്, രാജ്യമല്ല നാട്ടുകാരനാണ്. അപ്പോൾ ആള് പറഞ്ഞപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു എന്തായാലും വണ്ടി ഒന്ന് ഒതുക്കിയിട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൊക്കെ കൂടിയിട്ട് നമ്മുടെ വണ്ടിയിൽ കൈ വെച്ചു. അപ്പം എൻ്റെ കുഞ്ഞുമോൾക്ക് 1 വയസ്സുള്ളൂ. ഇത് ഇന്ന് നടക്കുന്ന കാര്യമല്ല, 10-24 വർഷം മുന്നേ നടക്കുന്ന കാര്യമാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നു. ഒന്നാമത് വണ്ടി ഓഫായപ്പോൾ AC ഓഫായി. പിന്നെ രണ്ടാമതല്ല പോലീസുകാർ നമ്മുടെ വണ്ടിയിൽ തൊടുക എന്ന് പറഞ്ഞാൽ അവളുടെ വണ്ടിയാണല്ലോ, അതാണല്ലോ കുട്ടികളുടെ ചിന്ത. അപ്പോൾ ആ വണ്ടിയിൽ തൊടുക എന്ന് പറയുമ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൾ എന്നിട്ട് വീട്ടിൽ ഇത്തിരി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡ് ഇത്തിരി രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഞാൻ ഇലക്ഷനൊക്കെ നിന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ അവൾ മുദ്രാവാക്യങ്ങളൊക്കെ കുറച്ച് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവളുടെ ഭാഷ അവൾക്ക് 1 വയസ്സാവുന്നേ ഉള്ളൂ. അത് കാരണം അത്ര വ്യക്തത ഇല്ലാത്ത ഒരു തരത്തിലാണ് പറയുന്നത്. എനിക്ക് പക്ഷേ ആകെ പ്രയാസമായി. എന്താ വെച്ചാൽ ഒരു 5-6 പോലീസുകാർ നമ്മളെ സഹായിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അവരാണ് വണ്ടി തള്ളി തന്നിട്ട് നമുക്ക് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് ഒന്ന് തള്ളി തരാണ്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആകെ വിയർത്ത് കുളിച്ചു. ഇവള് പറയുന്നത് ഈ പോലീസുകാരെ കുറിച്ചിട്ടാണ്. അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മറുപടി എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. അപ്പം എൻ്റെ അമ്മായി തൊട്ടടുത്തിരുന്നിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട, നിൻ്റെ മോളുടെ ഭാഷ ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിലും എൻ്റെ മൂത്ത മോൾ അവളുടെ വായ പൊത്തി പിടിക്കുന്നുണ്ട്. പക്ഷെ അവൾ കൂട്ടാക്കില്ല. ഇത്തിരി അവൾ ആകെ കൂടി കൂട്ടാക്കുന്ന ഒരാൾ ഞാൻ പറഞ്ഞാൽ മാത്രമേ അവൾ അനുസരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവൾ. ഈ അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും അവൾ അങ്ങനെ അനുസരിക്കും. അപ്പോൾ പക്ഷേ എനിക്കാണെങ്കിൽ പറയാനും പറ്റില്ല, ഞാൻ ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. അന്ന് സഹായിച്ച ഒരുപാട് പോലീസുകാർക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, കുട്ടിയുടെ വർത്താനമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവരും മനുഷ്യന്മാരല്ലേ, കുട്ടികളുടെ ഭാഷ മനസ്സിലാവുമല്ലോ. പക്ഷേ അവരെന്നെ ഒന്നും പറഞ്ഞില്ല. അവർ ചിരിച്ചുകൊണ്ട് വണ്ടി ഒതുക്കി വെക്കുക ചെയ്തത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇന്ന് ഞാൻ പറയുന്നു.